ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ പോണത്. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിമ്പിൾസും അതുപോലെ തന്നെ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യണത്. പിന്നെ ഇതൊരു ഹോം റെമഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല. ഇന്നിപ്പോൾ തേച്ച് നാളത്തേക്ക് പിമ്പിൾസ് ഒക്കെ പോവും, അങ്ങനെ ഒന്നല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്നതിന്റെ മുൻപ് നമ്മുടെ ഒരു പിക്ക് എടുത്തേക്കാം. നോർമൽ ക്യാമറയിൽ എഫക്റ്റ് ഒന്നും ഇടാതെ ഒരു പിക്ക് എടുത്തേക്കാം. ഇനി ഒരു 7 days കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്തിട്ട് വീണ്ടും ഒരു പിക്ക് എടുത്തിട്ട് കമ്പയർ ചെയ്യാം, എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന്. കാരണം നമ്മൾ തേക്കുന്നതിന് എന്തെങ്കിലും മാറ്റം വേണ്ടേ, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഒരാളെ സ്കിന്ന് നോക്കിയിട്ട് നമുക്ക് അതുപോലെ തന്നെ സ്കിന്ന് കിട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മുടെ സ്കിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക, സ്കിൻ കെയർ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ടാവാം. ഓക്കെ, അപ്പൊ ഈ പാക്കിന് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് കടലപ്പൊടിയാണ് കേട്ടോ. കണ്ടോ, ഞാനിത് ഒരു സ്പൂണൊക്കെ മതി. കണ്ടോ, മുഖം വലുതായിരിക്കും, ചിലവരത് കുഞ്ഞതായിരിക്കും, അപ്പൊ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഇത് ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. 60 രൂപ എന്തോ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്ന് ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞൾ അലർജി ഉള്ളവരെ യൂസ് ചെയ്യണ്ട. പിന്നെ കടലപ്പൊടി എന്ന് പറയുമ്പം നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് അറിയാൻ പറ്റും. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഓയിലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ സോപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകും. അതിനേക്കാളും ബെറ്റർ ഈ കടലപ്പൊടി കുറച്ച് കയ്യിലെടുത്ത് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തേച്ചിട്ട് കുറച്ചേരം മസാജ് ചെയ്തിട്ട് അത് വാഷ് ഔട്ട് ചെയ്തയാണ്. അപ്പൊ നല്ലോണം നമ്മുടെ ഓയിൽ പോവും ചെയ്യും. അത് കൂടാതെ തന്നെ നമ്മുടെ മുഖം തൊട്ടുക്കുമ്പോൾ നല്ലൊരു തണുപ്പും ഉണ്ടായിരിക്കും. അപ്പൊ കടലപ്പൊടി നല്ലതാണ്. പിന്നെ മഞ്ഞൾ അലർജി ഉള്ളവർ യൂസ് ചെയ്യണ്ട, കാരണം മഞ്ഞൾ എല്ലാവർക്കും പറ്റത്തില്ല. പിന്നെ ഇത് മഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഒന്ന് ബ്രൈറ്റ് ആവും, പാടുകൾ മാറും. അത് കൂടാതെ തന്നെ നമുക്ക് രോമ വളർച്ച ഉള്ളവരാച്ചാൽ ഈ ഒരു മഞ്ഞൾ കൊണ്ട് രോമം ഇങ്ങനെ ലൈറ്റനിങ് ആക്കും, അതിന്റെ ഷെയ്ഡൊക്കെ. അങ്ങനെ പിന്നീട് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ രോമ വളർച്ച കുറയും. ഇതിന്നൊരു പിഞ്ച് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇത്രയും മതി, കണ്ടില്ലേ, ഇത്രയും മതി ഇട്ടെടുക്കുന്നത്. ഇനി അടുത്തത് വേണ്ട നമുക്ക് നീം പൗഡറിനും, അതായത് ആര്യവേപ്പിലിന്റെ പൊടി. അതല്ല, ആര്യവേപ്പില വെച്ചാൽ നമുക്ക് അങ്ങനെയും എടുക്കാം, ഒന്ന് ചതച്ചിട്ട് എടുത്താൽ മതി. ഇപ്പൊ ഞാൻ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ പൊടി എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. ആര്യവേപ്പില എടുത്തിട്ട് നമ്മൾ പൊടിച്ചതാണ്. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, വേണമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കട്ടെ അതിന്റെ ലിങ്ക്. ഓക്കെ, അപ്പൊ നമുക്കിതിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് കൊടുക്കട്ടെ. ആര്യവേപ്പില നമുക്കറിയാൻ പറ്റും, നമുക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആര്യവേപ്പിലിന്റെ ഇല എടുത്തിട്ട് നമ്മുടെ മുഖത്ത് തേക്കാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ വെള്ളത്തിൽ, അത് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ പിമ്പിൾസും പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ആര്യവേപ്പില. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർക്കാനുള്ള വെള്ളം, അത് നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ച് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ പാലെടുക്കാം, അല്ലെങ്കിൽ തൈര് എടുക്കാം, ടൊമാറ്റോ ജ്യൂസ് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ എടുക്കാം. ഒന്നും അല്ലെങ്കിൽ നമുക്ക് സാധാ പച്ചവെള്ളത്തിൽ വേണമെങ്കിലും ഇതിൽ മിക്സ് ചെയ്യട്ടോ. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് റോസ് വാട്ടർ ആണ്. ഇതും ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് എത്ര, 40 30 അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പൊ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫേസ് എപ്പോഴും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഏതൊരു പാക്കും തേക്കാൻ. ഞാനിവിടെ വീഡിയോക്ക് വരുമ്പോൾ തന്നെ വാഷ് ചെയ്തിട്ടാണ് വന്നത്, അതുകൊണ്ട് ഇനി വാഷ് ചെയ്യുന്നിട്ടില്ല. പൊട്ട് മാറ്റാം നമുക്ക്. ഓക്കെ, ഇനി അതിന് മുൻപ് ഫസ്റ്റ് ആയിട്ടാണ് ഈ പാക്ക് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു പാച്ച് ടെസ്റ്റ് നടത്തണം. എല്ലാ പാക്കും നമ്മുടെ സ്കിന്നിന് സൂട്ട് ആവണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ മിക്സ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇട്ട് നോക്കുക. ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് പിമ്പിൾസ് ഉള്ള ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താലും മതി, അതല്ലെങ്കിൽ ഫേസ് മൊത്തമായിട്ട് അപ്ലൈ ചെയ്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്കിത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഫേസിലോട്ട് തേക്കാന്ന് വിചാരിച്ചിട്ടോ. കാണിച്ചു തരാം. ഫേസിലോട്ട് നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ അതല്ലെങ്കിൽ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് തേക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്,
പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കരുത്. കാരണം പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ആക്കണ ഒരു സാധനമാണ്. അതിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ചുളിവ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പാക്ക് ഇട്ടിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. ഇത് തേച്ച് ഒരു 10-15 മിനിറ്റ് വെക്കണം, ഡ്രൈ ആവണ വരെ. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ സ്ക്രബ് പോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ വാഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് തേക്കണതിന്റെ മുൻപ് ആവി പിടിക്കാം. ഡെയിലി ആവി പിടിക്കണം എന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, സ്കിന്നിന് അത്ര നല്ലതല്ല ഡെയിലി ആവി പിടിക്കേണ്ടതൊന്നും. ഇത് തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ മൊത്തമായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കഴുത്തിലും തേക്കട്ടെ. കഴുത്തിലും തേക്കുന്നത് നല്ലതാണ്. ഈ പാക്ക് ഇടുമ്പോൾ എപ്പോഴും കഴുത്തിലും തേക്കണം. ഞാൻ ഇപ്പം തേച്ചിട്ടില്ല. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് 10 മിനിറ്റ് കഴിഞ്ഞ് ഡ്രൈ ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണട്ടോ. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വരട്ടോ. ഇപ്പൊ അതെ ഞാൻ എൻ്റെ സ്കിന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പൊ ഞാൻ എന്താ പറയാ, ഞാനിപ്പോൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കഴുകിയെടുത്തത്. അതുപോലെ തന്നെ സോപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് മഞ്ഞ കളർ ഉണ്ട് തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് കടലപ്പൊടിയോ ചെറുപയർ പൊടിയോ ഇട്ടിട്ട് മുഖം കഴുകുക. സോപ്പ് യൂസ് ചെയ്യേണ്ട, കാരണം നമ്മളിതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണല്ലോ ഇപ്പോൾ തേച്ചത്. ഇനി അതിൻ്റെ മേലെ കെമിക്കൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഒരു ദിവസം യൂസ് ചെയ്തെന്ന് വിചാരിച്ച് റിസൾട്ട് കിട്ടത്തില്ല. ഹോം റെമഡിയാണ്. അപ്പം നമ്മളിത് ഡെയിലി യൂസ് ചെയ്യാച്ചാൽ നമുക്ക് നല്ല ചേഞ്ച് കിട്ടും. പിന്നെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്യാം. സ്കിന്ന് നന്നായിട്ട് ഹെൽത്തി ആക്കി കൊണ്ടു നടക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. അങ്ങനെ സ്കിന്ന് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.